ഹലോ ഗായ്സ്, ഫസ്റ്റ് പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു വിൻറ്റേജ് ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും എന്താ പോയത് എനിക്ക് അറിയത്തില്ല. ഒരു അടിപൊളി ജേണൽ ഡയറി മേക്കിംഗ് ആണ്. വിൻറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിലും ഞാനിതിന് ബ്ലാക്ക് കവറിങ് ആണ് കൊടുക്കുന്നത്. സോ ഇതിൻ്റെ കവറിങ് മാറ്റി നമുക്ക് വിൻറ്റേജ് ആക്കി എടുക്കാം. ഞാൻ വിൻറ്റേജാണ് ഉദ്ദേശിച്ചെങ്കിൽ എനിക്ക് വിൻറ്റേജ് തീമിലുള്ള ഒരു പേപ്പേഴ്സോ അല്ലെങ്കിൽ എന്താ പറയുക ക്ലോത്തോ ഒന്നും എനിക്ക് ഇതിന് ഔട്ടിങ് കവറായിട്ട് കൊടുക്കാൻ കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് എണ്ണ എടുത്ത് വെച്ചിട്ടുള്ളത്. സോ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇത് മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഞാൻ ഒട്ടും വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ഇവിടെ കുറച്ച് ഷീറ്റ്സ് എടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ ആ ഒരു മടക്ക് ഞാൻ കാണിക്കുന്ന ഭാഗത്ത് ക്ലിപ്പ് ഇടുക. തുറക്കാൻ പറ്റാത്ത ഭാഗത്ത് ക്ലിപ്പ് ഇട്ടിട്ട് ആ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് പശ തേച്ച് കൊടുക്കാം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പശ തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് 1 to 3 കോട്ട് വരെയൊക്കെ അപ്ലൈ ചെയ്യാം. ഞാനിങ്ങനെ എടുത്ത് തട്ടി കൊടുക്കുന്നുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, ഈ ഒരു പേപ്പർ അൺലോഡേഡ് ആണെങ്കിൽ അൺലോഡർ ആവും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ തേക്കുന്നുണ്ട് പച്ച. പിന്നെ ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടല്ല, കുറച്ച് സ്പീഡാക്കി ചെയ്യുന്നത് കാരണം നോട്ട്ബുക്ക് മേക്കിംഗ് അല്ലെങ്കിൽ ഡയറി മേക്കിംഗ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവുന്നതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി നമുക്ക് കാണിച്ചു തന്നുള്ളൂ. ഇതുപോലെയാണ് ഇങ്ങനെ തട്ടുന്നത്, ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്കിത് മൊത്തം ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് വെക്കാം. ഇത് ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഉണങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറൊരു കോട്ടും കൂടി കൊടുക്കാം. അത് കഴിഞ്ഞ് വേറെ കോട്ട് കൊടുക്കാം, അങ്ങനെ കോട്ട്സ് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഉണക്കാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനിതിവിടെ ഒരു 2 A5 സൈസിലുള്ള കാർഡ്ബോർഡും A5 ലെങ്ത്തിലും ബ്രെഡ്ത്ത് കുഴപ്പമില്ല കേട്ടോ. മറ്റേ ആ ചെറിയ സ്റ്റിക്കിൻ്റെ ബ്രെഡ്ത്ത് നിങ്ങൾ നോക്കണ്ട. ബ്രെഡ്ത്ത് അത് ഞാൻ ആദ്യം ഞാൻ അതായിരുന്നു കേട്ടോ. ഇത് ഈ ചെറുതായിരുന്നു ഈ ഒരു പറയുന്നത് ഇപ്പം കാണുന്ന സ്ക്രീനിൽ കാണുന്ന ആ ഒരു നീളം വടി പോലെ സംഭവം എനിക്ക് ചെറുതായിരുന്നു എൻ്റെ ബ്രെഡ്ത്ത്. അപ്പം നിങ്ങളുടെ ഇത് വെച്ചിട്ട് ഞാൻ പിന്നെ ബ്രെഡ്ത്ത് മാറ്റി കേട്ടോ. ആ ഒരു എന്താ പറയുക, ആ ഒരു കാർഡ്ബോർഡ് A5 പീസ് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പം ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ട് ഇത് ഉണങ്ങണം. ഉണങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ല ഒരു ഇതാവുള്ളൂ. അപ്പം ഇത് ഉണക്കിയിട്ട് കാണാം. എന്നാൽ മാത്രമേ നന്നായിട്ട് ഉണങ്ങണം കേട്ടോ, ഇല്ലെങ്കിൽ ഇതാവില്ല നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ. സോ നന്നായിട്ട് ഉണങ്ങാം. ഇതത്ര വലിയ കഷ്ടപ്പാടൊന്നുമില്ല. സോ ഇത് നമ്മൾ അതിൻ്റെ ആ ഗ്ലൂ ആയതുകൊണ്ട് ഞാൻ ഒന്നൊരു സേഫ്റ്റിക്ക് വേണ്ടി സെലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാ സൈഡും ഞാൻ ഒന്ന് ലെവലും കൂടി ചെയ്യുന്നുണ്ട്. അതായത് സെറ്റായി. അപ്പം നെക്സ്റ്റ് ഇതിനെ ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ക്ലോത്തിലാണ് ബൈൻഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു ക്ലോത്ത് എടുത്ത് മടക്കി വെച്ചിട്ടുണ്ട്, നേരെ പകുതിയാക്കി മടക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടിയൊരു ക്ലോത്താണ് ഞാൻ എടുത്തത് എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഞാൻ ഇതിൻ്റെ അളവിലൊന്നും അല്ല എടുത്തേ. ഇത് നേരെ ഇങ്ങനെ പകുതിയാക്കി വെച്ചിട്ട് അതിൻ്റെ ഓർഡറിലോട്ട് ഇത് നമ്മുടെ ക്ലോത്ത് വെക്കാം. സോ എന്നിട്ട് ഞാനിത് എൻ്റെ ആ ഒരു ഡയറിയുടെ ഇതിൽ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. സോ കട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് ലെവൽ ചെയ്യുന്നുണ്ട്. ക്യാമറ ഇടയ്ക്ക് ഫോക്കസ് ആവാണ്ടുണ്ട്, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ക്യാമറ മീൻസ്
ഞാനിത് ഫോണിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. സോ ഫോൺ ക്യാമറ ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ കത്രികയ്ക്ക് ഒട്ടും മൂർച്ചയുണ്ടായില്ല. ഒട്ടും മൂർച്ചയില്ലെന്ന് വെച്ചാൽ അങ്ങനെയല്ല, മൂർച്ചയുണ്ടാവാത്തതുകൊണ്ടാണ് ഇങ്ങനെ മുറിക്കുമ്പോൾ ഇങ്ങനെ തുണി വലിഞ്ഞു പോകുന്നത് കേട്ടോ. അത് എവിടെയോ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ തുണി വലിഞ്ഞു പോകുന്നത് കത്രിക മൂർച്ചയില്ലാത്തതുകൊണ്ടാണ്. മൂർച്ചയുള്ള കത്രിക എടുക്കാൻ നോക്കുക. അതാ ക്യാമറ ഫോക്കസ് ആവാണ്ടാവുന്നുണ്ട്. അത് ഞാൻ വെട്ടിയത് മാറിപ്പോയി, തിരിച്ച് വെട്ടിയതാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ആവുന്നത് കത്രികയ്ക്ക് ഇതില്ലാത്തതുകൊണ്ടാണ്. നോർമൽ ബുക്ക് ബൈൻഡിങ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, പൊതിയിടാൻ. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ മറ്റേ ബൈൻഡിങ് പേപ്പറിൽ ബുക്ക് പൊതിയിടുന്നത്, സെയിം മെത്തേഡിൽ ഇത് പൊതിയിടാം. തുണിയിൽ എൻ്റെ കത്രികയ്ക്ക് മൂർച്ചയില്ലാത്തതുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റായിട്ടൊന്നും എൻ്റെ ബൈൻഡിങ് ആവില്ല എന്നാണ് ഞാൻ വിചാരിച്ചെങ്കിലും സെറ്റായി. ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് അത് ഒട്ടിച്ചെടുത്തേക്കുന്നത്. അതായത് ഇങ്ങനെ നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്ത് ഈ വൃത്തികേടൊന്നും കാണില്ല. ആ വൃത്തികേട് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു യെല്ലോ പേപ്പറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ എടുക്കുക. അതെടുത്തിട്ട് ഒന്ന് അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. എനിക്ക് ജലദോഷമാണ്, ചിലപ്പോൾ മൂക്ക് അടഞ്ഞിട്ടുണ്ട്, സോ ഒന്ന് ക്ഷമിക്കുക. അപ്പം നമ്മളിതാ അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ അതിലോട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിക്കുന്ന സമയത്ത് അത് നന്നായിട്ട് ഒട്ടിച്ചിട്ട് ഒരു ക്ലോത്ത് പീസിൽ, ഞാൻ ബാക്കി ഒരു ക്ലോത്ത് പീസിൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അല്ലാണ്ട് നേരെ കൈയിട്ട് തുടക്കരുത്. ഞാൻ ആദ്യം ആ ക്ലോത്ത് പീസിൽ എൻ്റെ കൈയും കൂടി തുടച്ചായിരുന്നു. ഇനി ജസ്റ്റ് നമുക്കിതൊന്ന് ഇങ്ങനെ നാക്കിയെടുക്കാം. കാരണം അതിൻ്റെ ആ ഒരു ആ ഒരു തിക്നെസ്സുള്ള സ്റ്റിക്ക് വലിക്കാൻ പോലെ അതിൻ്റെ കറക്റ്റ് ഇതാകാൻ വേണ്ടിയിട്ട് അതങ്ങനെ മടക്കിയിട്ട് ഒന്നും കൂടി നമുക്കതങ്ങനെ ഒന്ന് ക്ലോത്ത് വെച്ചിട്ടൊന്ന് ഇതാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലോട്ടൊരു സ്റ്റിക്കർ ഒട്ടിക്കാം അതിൻ്റെ ഫ്രണ്ട് പേജിലായിട്ട്. ഞാൻ ഈ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പിക്ചറാണ് ഒട്ടിക്കുന്നത്. ഒരു റാബിറ്റിൻ്റെ പിക്ചറായിരുന്നു ഒട്ടിച്ചത്. സോ ഞാൻ ആ ഫോട്ടോ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചത് ക്യാമറയ്ക്ക് മേലെ ആയിപ്പോയി. ഇനി അത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും കുറച്ച് സമയം എടുത്തു എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് നമുക്കിതൊന്ന് സെക്വയർ ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു ചെറിയ പേപ്പർ എടുത്തിട്ട്, ഒരു അത്യാവശ്യം തിക്നെസ് ഉള്ള ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ഒട്ടിച്ച ഭാഗമില്ലേ, ആ ഒട്ടിച്ച ഭാഗത്തോട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെ ഒട്ടിച്ചാൽ നമ്മുടെ ബുക്ക് കുറച്ചും കൂടി സേഫായിരിക്കും. പേജസ് ഇങ്ങനെ വിട്ട് പോരത്തില്ല. എന്നിട്ടും ഒട്ടലിൻ്റെ കുറവുകൊണ്ട് എൻ്റെ പേജസൊക്കെ വിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഉണങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ കാണിക്കുന്നതുകൊണ്ടാണ് പേജസ് വിട്ടുപോയത്. അത് ഞാനിപ്പോൾ വോയിസ് ഓവറൊക്കെ ചെയ്യുന്ന സമയത്തേക്കും ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ആ ക്ലിപ്പും കൂടെ ആഡ് ചെയ്തിട്ട് വീഡിയോ ലെങ്തി ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാത്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഇതിലോട്ട് ഒട്ടിക്കേണ്ട സമയമാണ്. ഇനി നമ്മൾ ആ നടുക്കുള്ള ആ ഒരു ഇതില്ലേ, നടുക്കത്തെ ആ ഒരു വരയിൽ A5 ബോർഡിൽ മാത്രമേ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു നടുക്കുള്ള ആ ഒരു തിക്നെസ്, ഒരു സ്റ്റിക്ക് വെച്ച സംഭവമില്ലേ, അതിൻ്റെ പേരെങ്ങനെ പറയണ്ടതെന്ന് എനിക്കറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ സംഭവത്തിലോട്ട് നമ്മൾ ഒരിക്കലും ഗ്ലൂ അപ്ലൈ ചെയ്യരുത്. നമ്മുടെ ബുക്ക് വെറുതെ അതിലൊന്ന് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതിലൊരു പേപ്പറൊക്കെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞു. കണ്ടോ ഇതുപോലെ നമ്മളൊന്ന് ഒരു പേജ്, ഫസ്റ്റ് പേജ് മാത്രം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഗൈസ്, ഞാൻ ഇതുപോലെ ചെയ്ത് സെയിം പുറകിലും ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലെ സെയിം തുണിയൊക്കെ വെച്ചിട്ട് ചെയ്ത ഒരു ഡയറിയാണ് നിങ്ങൾ ഈ പുറകിൽ കാണുന്നത്. അപ്പം പേപ്പർ നമുക്ക് ആ ഗ്ലൂ കൂടെ, ഈ ഒരു ഗ്ലൂ തന്നെ മതി. ബട്ട് ഫെവിക്കോൾ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്നേ ഉള്ളൂ. സോ നമുക്കിതൊന്ന് ഒട്ടിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് ലെവലിൽ കണ്ടോ. ഇവിടെ ഇങ്ങനെ ഒട്ടിയത് ഞാൻ ഒട്ടിച്ചതിൻ്റെ കുറവാണ് കേട്ടോ. ഒട്ടിച്ചതിൻ്റെ കുറവെന്ന് വെച്ചാൽ ഒട്ടിച്ച് വെച്ച സമയത്തിൻ്റെ കുറവാണ്. അപ്പോൾ അതേ നമ്മൾ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ആ ക്ലിപ്പ് ഞാൻ ഒന്നും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇങ്ങനെ ഒരു ഇത് ഞാൻ മുമ്പേ ഉണ്ടാക്കി വെച്ച ഡയറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കവർ പോർഷനിൽ ഞാൻ ഇതിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലിപ്പ് ആ നേരത്തെ നമ്മളിട്ട
ക്ലിപ്പിലെ ആ ക്ലിപ്പ് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടിയ ഒരു ഡയറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറകിൽ ഇതായിട്ടുണ്ടായി. ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളുടെ ഡയറി ഒട്ടി കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് ഉണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിരുന്നു. സോ ഞാനൊരു പിക്കും കൂടെ ആഡ് ചെയ്യാം. ഇതായിരുന്നു കേട്ടോ നമ്മൾ ഒട്ടിച്ച പിക്ചർ. സോ നെക്സ്റ്റ്